സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന, പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്ന നക്ഷത്രക്കാർ. ഇവർ തൊഴിൽ മേഖലകളിൽ മിന്നുന്ന വിജയം കൈവരിക്കും. അതുമാത്രമല്ല, തൊഴിൽ ഇടങ്ങളിൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വഹിച്ചു. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനവും ഒക്കെ നേടാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ബുദ്ധിപൂർവമായ ഇടപെടലുകൾ നടത്തി ജീവിത വിജയം നേടാൻ സാധിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിലെ സുവർണ നേട്ടങ്ങളായി കാണാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതം നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അതിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റുന്നതിന് ഈശ്വര പ്രാർത്ഥന, വഴിപാടുകൾ, പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യണം. ഏതൊരു ദുഃഖവും ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിനുള്ള കാരണം മുജ്ജന്മ ദോഷങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് വന്നു ചേരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം ദുസ്സഹമാകും. ഇപ്പോൾ ഉള്ള സമയം അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അവർ ചെയ്യുന്ന ഏതൊരു കാര്യവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിലൂടെ അവരുടെ ജീവിതവിജയം സാധ്യമാകുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാര്യവിജയം, പ്രവർത്തന മികവ് ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയമാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കിൽ പ്രതീക്ഷിക്കുന്നു. മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവുണ്ടാകുന്നു. ഇവർക്ക് സ്വന്തം കാര്യം വിജയിച്ച് കാണിക്കാൻ സാധിക്കുന്ന അവസരമാണ്. എന്നാലും ഇവർ സ്വാർത്ഥത ഉപേക്ഷിക്കണം. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ശത്രുത മനോഭാവത്തോടുകൂടി മറ്റുള്ളവരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. എന്നാലും ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായ സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഉറക്കെ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പ്രതീക്ഷകൾക്കൊത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ധനപരമായ അനവധി നേട്ടം ഉണ്ടാകുന്നു. ധനലാഭം, സാമ്പത്തിക ഉന്നതിയൊക്കെ ഉണ്ടാകും. പ്രവർത്തന മികവുണ്ടാകും. നേട്ടങ്ങൾ ഒട്ടനവധി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. പ്രവർത്തന മികവുണ്ടാകുന്നു. കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്കും ലഭ്യമാക്കുക. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായവും സഹോദരങ്ങൾ വഴിയുള്ള സഹായവും സ്നേഹബന്ധവും ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന അവസരങ്ങളുമൊക്കെ വന്നു ചേരും. ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ഇവരുടെ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഇവർക്കുണ്ടാകും. ഒട്ടനവധി അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടപ്പിലാക്കുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ ലഭിക്കുന്നു. കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ധനപരമായ അനവധി ലാഭം വർദ്ധിച്ചു കാണുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകും. മനസ്സന്തോഷം ഉണ്ടാകും. സാമ്പത്തിക കാര്യത്തിൽ വലിയ നേട്ടമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് ഉയർന്ന വരുമാനം വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സമ്പാദ്യം വർദ്ധിക്കുന്ന അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊഷ്മളമാകും. കടബാധ്യതകൾ, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറും. ഉന്നത പഠന സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ്. അനാവശ്യ ചെലവുകൾ വരുത്താതെ നോക്കണം. അതുപോലെ തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മികച്ച വിജയമാണ് ഉണ്ടാകുന്നത്.
സന്താനങ്ങളുടെ ഉയർച്ച കാണാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഫലം തന്നെയാണ് വന്നുചേർ നൽകുന്നത്. കാര്യസാധ്യത ഇവർക്കുണ്ടാകും. നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സമയമാണ്. കടബാധ്യതകളൊക്കെ മറികടക്കാൻ സാധിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാവുന്ന അവസരങ്ങളൊക്കെ വന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ സുവിശേഷങ്ങളുടെ ചേരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു കാണും. മനസ്സന്തോഷമുണ്ടാക്കും. സമാധാനവും സന്തോഷവും നിറഞ്ഞ നാളുകൾ തിരികെ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും. നേട്ടങ്ങൾ ഒട്ടനവധി വനിച്ചു. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും പരീക്ഷണത്തിലൂടെ ഇവർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്ന സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായി വലിയ നേട്ടമാണ്, ഉയർച്ചയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. തൊഴിൽപരമായി നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥകൾ മാറും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നിന്നും വിജയമുണ്ടാകും. കുടുംബസമേതം ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്താനുള്ള അവസരവും ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളുടെ സഹായസഹകരണം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒന്നിച്ച സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്ര. ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറും. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കും. പ്രവർത്തന മികവ് കൊണ്ട് ഇവർക്ക് നേട്ടമാണോ ഉയർച്ചയാണോ? അടുത്ത നക്ഷത്രം ചോദ്യമാണ്. ചോദ്യ നക്ഷത്രക്കാർക്കും ബന്ധുജനങ്ങളുടെ സഹായസഹകരണങ്ങളൊക്കെ ലഭിക്കും. സാമ്പത്തിക സഹായവും അനുചിതം. ആരോഗ്യ രംഗത്ത് അനുകൂലമാകും. ഭാഗ്യ പരീക്ഷണത്തിലൂടെ, അതായത് അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ലഭ്യമാകുന്ന സമയം. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് അവർക്ക് വന്നു ചേർന്നിരുന്നത്. ധനലാഭം വന്നു ചേരും. കടബാധ്യതകളൊക്കെ മാറും. സാമ്പത്തിക സഹായം ലഭിക്കും. എല്ലാവിധ തടസ്സങ്ങളും മറികടക്കാൻ അവർക്ക് സാധിക്കും. സമൂഹത്തിന് വലിയ നേട്ടമാണോ ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അനിഴം. അനിഴം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവുണ്ടാകും. ആഗ്രഹങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത് നടപ്പിലാകുന്ന സമയം. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും. അടുത്ത നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സാഹചര്യങ്ങളും പ്രവർത്തന മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ ഉയർച്ച കാണുന്നു. അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നു. ബന്ധുക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ആരോഗ്യ കാര്യത്തിലുള്ള ശ്രദ്ധ വേണം. ബന്ധുജനങ്ങളുടെ സഹായസഹകരണം നൽകുന്ന സമയം. അടുത്ത നക്ഷത്രമാണ് അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ധനപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. മനസ്സന്തോഷവും സമാധാനവും ഒക്കെ തിരികെ ലഭിക്കും. പ്രവർത്തന മികവുണ്ടാകും. പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള അവസരങ്ങൾ. തൊഴിൽപരമായ നേട്ടമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കുകയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുടുംബമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.